+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പാർട്ട് 6. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ചത് ഇവാലുവേഷൻ ഓഫ് ലിമിറ്റ്സ്. അതിൽ തന്നെ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ കേസ് നമ്മൾ പഠിച്ച ഒന്ന് ഡയറക്റ്റ് മെത്തേഡായിരുന്നു. അതായത് കൃത്യമായിട്ട് വാല്യൂ തന്നാൽ ആ ലിമിറ്റ് അതുപോലെ കൊടുക്കുന്ന അതിനെയാണ് നാം പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഒന്നാമത്തെ കേസ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ കേസ് നമ്മൾ പഠിച്ചത് അതായത് നേരിട്ട് വാല്യൂ കൊടുത്താൽ 0/0 എന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോം വരും. അത്തരം കേസിലാണ് നാം ഉപയോഗിക്കുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഫാക്ടറൈസേഷൻ മെത്തേഡ്. ദെൻ മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടായിരുന്നത് അതായത് സ്പെഷ്യൽ ലിമിറ്റ് ഉപയോഗിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 0/0 ഫോം വരുമ്പോൾ നമ്മൾ മറ്റൊരു ഫോമാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് ലിമിറ്റ്സ് ഓഫ് ദ ഫോം അതായത് ലിമിറ്റ് x ടെൻസ് ടു a x raised to n minus a raised to n by x minus a. നമുക്കിതിൻ്റെ ഫോർമുലയും കൂടി എഴുതാം. n ഇൻറ്റു a raised to n minus 1. ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇവാലുവേഷൻ ഓഫ് ലിമിറ്റിൽ നമ്മൾ മറ്റൊന്ന് ഉപയോഗിച്ചത്. ദെൻ തുടർന്ന് ഉപയോഗിച്ചത് ട്രിഗണോമെട്രിക് ലിമിറ്റാണ്. ട്രിഗണോമെട്രിക് ലിമിറ്റ്. ആ ട്രിഗണോമെട്രിക് ലിമിറ്റിൽ നമ്മൾ 5 വിവിധ കേസുകളാണ് അവിടെ കണ്ടത്. അതിൻ്റെ കൂടെ ഇനി നാം എക്സ്പോണൻഷ്യൽ ലിമിറ്റും അതുപോലെ തന്നെ ലോഗരിഥമിക് ലിമിറ്റ് ഉപയോഗിച്ച ഫോർമുലയും കൂടി ഇവിടെ ഉപയോഗിക്കുന്നു. അതായത് ലിമിറ്റ്സ് ഓഫ് ദ ഫോം അതിൽ തന്നെ 2 തരമുണ്ട്. ഒന്നാമത്തെ അതായത് ലിമിറ്റ് x ടെൻസ് ടു 0 എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ e raised to x minus 1 by x. നമുക്കതിൻ്റെ വാല്യൂ എന്താണ് കിട്ടുന്നത് എന്നൊന്ന് ഫിഗർ മുഖേന പരിശോധിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊന്ന് ലോഗരിഥമിക് ലിമിറ്റ് x ടെൻസ് ടു 0 log 1 plus x by x to the base e. ഇതിൻ്റെ മോഡലിലുള്ള ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഉള്ള രീതിയിലാണ് ഇവാലുവേഷൻ ഓഫ് ലിമിറ്റ് നാം പഠിച്ചത്. നമുക്കതൊന്ന് നോക്കാം. നേരത്തെ പഠിച്ച ലിമിറ്റ് x ടെൻസ് ടു 0 sin x അതിൻ്റെ വാല്യൂ നമുക്കറിയാം. എങ്കിലും ഫിഗർ മുഖേന നമുക്കൊന്നും കൂടി ഒന്ന് ശരിയാണോ അതിൻ്റെ കൃത്യമായിട്ട് ഒന്ന് തൊട്ടറിയാം. ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന ഇതാണ് സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ആ സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നമുക്കറിയാം ഇവിടെ എക്സ് ആക്സിസിൽ വാല്യൂസാണ്. അതായത് ഈ വാല്യൂ ഇതിപ്പോൾ എക്സിൻ്റെ നെഗറ്റീവ് പാർട്ടാണ്. എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് പാർട്ടാണ്. അതായത് എക്സ് ടെൻസ് ടു 0 ആണ്. എക്സ് 0നെ അപ്രോച്ച് ചെയ്യാണ് പേ ചെയ്യുന്നത്. അപ്രോച്ചസ് ഫ്രം ലെഫ്റ്റ്. അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ റെഡ് കളറിലുള്ളതാണ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്, സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അത് എന്തിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം, 0ലേക്ക്. ഇപ്പം നമ്മുടെ ഫോർമുല ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മളെ ഫോർമുലയായിട്ടുള്ളത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ്. നമുക്ക് എക്സ് 0നെ അപ്രോച്ച് ചെയ്യുമ്പോൾ സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂ 0നെ അപ്രോച്ച് ചെയ്യുന്നു ഫ്രം ലെഫ്റ്റ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 മൈനസ് എഫ് ഓഫ് എക്സ് 0 തന്നെയാണ്. എന്നാൽ ഇതേ വാല്യൂ തന്നെയാണ് റൈറ്റ് സൈഡിൽ നിന്ന്, അതായത് 0നേക്കാൾ വലിയ വാല്യൂവിൽ നിന്ന് ഡിക്രീസ് ചെയ്ത് 0ലേക്ക് വരുമ്പോൾ സൈൻ ഫംഗ്ഷനും ഇതേ രീതിയിൽ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അതായത് ആസ് എക്സ് ടെൻസ് ടു 0 sin x approaches to 0
ഫ്രം ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇതാണ് നാം പഠിച്ച ഒരു ഫോർമുല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഈക്വൽ ടു 0. ദെൻ രണ്ടാമത് പഠിച്ച ട്രിഗണോമെട്രിക് ലിമിറ്റ് ഇതാണ് നാം പഠിച്ച, അതായത് കോസിൻ്റെ കർവ്. ഇവിടെയും അതെ, എക്സ് എന്ന വാല്യൂ, എക്സ് എന്ന വേരിയബിൾ 0-നെ അപ്രോച്ച് ചെയ്യുന്നു ഫ്രം ലെഫ്റ്റ്. അപ്പോൾ കോസ് ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നത് നമുക്കറിയാം 1-ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ എക്സ് എന്നുള്ള വാല്യൂ ഡിക്രീസ് ചെയ്തിട്ട് 0-ലേക്ക് എത്തുമ്പോൾ കോസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ 1-നെ അപ്രോച്ച് ചെയ്യുന്നു, ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സിൻ്റെ വാല്യൂ 1 ഫ്രം ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. Therefore we can conclude that limit x tends to 0 cos x equal to 1. Then ഇത് ടാനിൻ്റെ കർവാണ്. ടാനിൻ്റെ വാല്യൂ അത് നമുക്കറിയാം, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേരിയബിൾ എക്സ് 0-നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ടാനിൻ്റെ കർവ് 0-നെ അപ്രോച്ച് ചെയ്യുന്നു ഫ്രം ലെഫ്റ്റ് സൈഡ്. അതുപോലെ തന്നെ ടാൻ എക്സിൻ്റെ വാല്യൂ, എക്സ് എന്ന ആംഗിൾ 0-നെ അപ്രോച്ച് ചെയ്യുന്നു ഫ്രം റൈറ്റ്. ടാൻ ഫംഗ്ഷൻ അതിൻ്റെ വാല്യൂ അതും 0-നെ അപ്രോച്ച് ചെയ്യുന്നു. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ആസ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ടെൻസ് ടു 0 ഫ്രം ലെഫ്റ്റ് ആൻഡ് ഫ്രം റൈറ്റ്. ദെൻ ഇത് സൈൻ എക്സ് ബൈ എക്സിൻ്റെ കർവാണ്. സൈൻ എക്സ് ബൈ എക്സ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്കറിയേണ്ടത്, നാം പഠിച്ചു കഴിഞ്ഞത്. അതായത് സൈൻ എക്സ് ബൈ എക്സ്, അതിൽ എക്സ് എന്ന വേരിയബിൾ 0-നെ അപ്രോച്ച് ചെയ്യുന്നു ഫ്രം ലെഫ്റ്റ്. ദെൻ ദ വാല്യൂ ഓഫ് സൈൻ എക്സ് ബൈ എക്സ് അപ്രോച്ചസ് ടു 1. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും, അതായത് വലിയ വാല്യൂവിൽ നിന്ന് കുറഞ്ഞിട്ട് 0-ലേക്ക് എത്തുമ്പോൾ സൈൻ എക്സ് ബൈ എക്സ് എന്ന വാല്യൂയും ഇതേ രീതിയിൽ 1-നെ അപ്രോച്ച് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1. ദെൻ ഇതേ രീതിയിൽ തന്നെ ഇതാ ടാൻ എക്സ് ബൈ എക്സിൻ്റെ കർവാണ് നാം ഈ ഫിഗറിൽ കാണുന്നത്, ടാൻ എക്സ് ബൈ എക്സ്. അപ്പോൾ അതിൽ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ്. അതിൻ്റെ വാല്യൂ ആണ് നാം പഠിച്ചു കഴിഞ്ഞത്. അതായത് ഇവിടെ എക്സ് എന്ന വേരിയബിൾ 0-നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ടാൻ എക്സ് ബൈ എക്സ് 1-നെ അപ്രോച്ച് ചെയ്യുന്നു ഫ്രം ലെഫ്റ്റ് ആൻഡ് ആൾസോ ഫ്രം റൈറ്റ്. അതുകൊണ്ട് നമുക്ക് പറയാം ടാൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ്. ഈ 5 ഫോർമുലയാണ് നാം പഠിച്ചു കഴിഞ്ഞത്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്കിനി മറ്റൊരു കർവ്, എക്സ്പോണൻഷ്യൽ ലിമിറ്റ്. നാം പഠിച്ച ഗ്രാഫിൽ പെടുന്നതല്ല, നമ്മൾ പഠിച്ചത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, പിന്നെ സിഗ്നം ഫംഗ്ഷനൊക്കെയാണ് നാം പഠിച്ചു കഴിഞ്ഞത്. എന്നാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതായത് ഇ റേസ് ടു എക്സിൻ്റെ ഗ്രാഫ് നാം ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടത്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് -1 ബൈ എക്സ്. നമുക്കറിയാം ഈ വാല്യൂ എക്സ് 0-നെ അപ്രോച്ച് ചെയ്യുന്നു. എക്സ് 0-നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ റെഡ് കളറിലുള്ള കർവ് അപ്രോച്ച് ചെയ്യുന്നത് എന്തിനെയാണ്? 1-നെയാണ്. അത് രണ്ട് സൈഡിൽ നിന്നും 0-നേക്കാൾ വലിയ വാല്യൂവിൽ നിന്ന് ഡിക്രീസ് ചെയ്തിട്ട് 0-ലെത്തുന്നു. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തിട്ട്
1ലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1. ദിസ് ഈസ് ദ എക്സ്പോണൻഷ്യൽ ലിമിറ്റ്. ദെൻ മറ്റൊന്നുള്ളത് ലോഗരിതമിക് ഫംഗ്ഷനാണ്. ലോഗരിതമിക് ഫംഗ്ഷൻ അപ്പോഴും ഇതേ രീതിയിൽ തന്നെ 1നേക്കാൾ 0നേക്കാൾ ചെറിയ വാല്യൂവിൽ നിന്ന് വേരിയബിൾ ഇൻക്രീസ് ചെയ്ത് 0ലേക്ക് എത്തുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് 1ലേക്ക് എത്തുന്നു. രണ്ട് ഭാഗത്തു നിന്നും 0നേക്കാൾ വലിയ വാല്യൂവിൽ നിന്ന് ഡിക്രീസ് ചെയ്തിട്ടും 0ലേക്ക് എത്തുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇതേ രീതിയിൽ എത്തുന്നു 1ലേക്ക്. അതായത് നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ്. ഇതിൻ്റെ വാല്യൂയും 1 തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ബേസ് ഒന്നും എഴുതിയില്ലെങ്കിൽ അർത്ഥം ഇ എന്നാണ്. ഈ അല്ലാത്ത കേസാണെങ്കിൽ അവിടെ ആ ബേസ് എഴുതേണ്ടി വരും. ഇത് ലോഗ് 1 പ്ലസ് എക്സ് ടു ദ ബേസ് ഇ എന്നാണ്. ഒന്നും എഴുതിയില്ലെങ്കിലും വായിക്കേണ്ടത് ഇ എന്ന് തന്നെയാണ്. ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ നാം അനുമാനിക്കേണ്ടത് ബേസ് ഇ ആണ് എന്നതാണ്. നമുക്ക് ഈ വേണ്ട ഫോർമുലകൾ ഇതുവരെ പഠിച്ച ആ ഫോർമുലകൾ ഒന്നിച്ചൊന്ന് എഴുതി വയ്ക്കാം, ഓരോന്നായിട്ട്. ഒന്നാമത്തെ നമുക്ക് ഈ പ്രോബ്ലത്തിന് ആവശ്യമുള്ള ഒരു ഫോർമുല ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ്. ഇതാണ് ആവശ്യമുള്ള ഒന്ന്, സൈൻ എക്സ് ഈക്വൽ ടു 0. ദെൻ രണ്ടാമത്തെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് ഈക്വൽ ടു 1. ദെൻ തേർഡ് ട്രിഗണോമെട്രിക് ലിമിറ്റിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ വാല്യൂ 0. ദെൻ നാലാമത്തെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. അതിൻ്റെ വാല്യൂ 1. ദെൻ അഞ്ചാമത്തെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ്. അതിൻ്റെ വാല്യൂയും 1 തന്നെയാണ്. ഇവിടെ റൈറ്റ് സൈഡ് മുഴുവൻ 0 അല്ലെങ്കിൽ 1. ദെൻ ആറാമത്തെ എക്സ്പോണൻഷ്യൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്. അതിൻ്റെ വാല്യൂ 1. ദെൻ ലോഗരിതമിക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ്. അതിൻ്റെ വാല്യൂയും 1 തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ ഫോർമുല ഒന്നും കൂടി ക്ലിയർ ആക്കണമെങ്കിൽ എക്സ് ഒരുപോലെ വരികയാണെങ്കിൽ 1, എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് ബൈ എക്സ് എല്ലാം ഒരുപോലെ വരികയാണെങ്കിൽ 1. അതുപോലെ തന്നെ ലിമിറ്റ് 2x ടെൻസ് ടു 0 ടാൻ 2x ബൈ 2x അപ്പോഴും 1 തന്നെയാണ്. അതുപോലെ ലിമിറ്റ് ax ടെൻസ് ടു 0 സൈൻ ax ബൈ ax അതും 1 തന്നെയാണ്. ഈ 7 ഫോർമുലയാണ് നാം ഈ ട്രിഗണോമെട്രിക് ലിമിറ്റ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ലിമിറ്റ് അല്ലെങ്കിൽ ലോഗരിതമിക് ലിമിറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. എല്ലാറ്റിൻ്റെയും പ്രത്യേകത റൈറ്റ് സൈഡ് ഒന്നുകിൽ 0 ആണ് അല്ലെങ്കിൽ 1 ആണ് എന്നർത്ഥം. നമുക്ക് ട്രിഗണോമെട്രി ലിമിറ്റ് വരെയുള്ള ചോദ്യങ്ങൾ നാം ചെയ്ത് കഴിഞ്ഞതാണ്. നാം ഈ സെക്ഷനിൽ ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ ലിമിറ്റ് ഉപയോഗിച്ച ക്വസ്റ്റ്യനും ലോഗരിതമിക് ലിമിറ്റ് ഉപയോഗിക്കുന്ന 6, 7 ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. ഇവിടെ തന്നിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു 3x മൈനസ് 1 ബൈ എക്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇ റേസ് ടു 3x, ഈ 3xനുസരിച്ച് ഡിനോമിനേറ്ററിൽ 3x കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ആവശ്യം.
അപ്പോൾ അതിനു വേണ്ടി നാം ചെയ്യുന്നത് ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to 3x minus 1 ബൈ നമുക്കിവിടെ 3x ആണ് ആവശ്യം. അപ്പോൾ നാം ഇവിടെ 3x എന്നെഴുതുന്നു. ഇപ്പം നമ്മുടെ വേണ്ട ഫോമുല എത്തി. പക്ഷേ നമ്മളൊരു എക്സ് ഇവിടെ ഉണ്ട്, 3 അഡീഷണൽ ആയിട്ട് എഴുതി. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും എന്നർത്ഥം. ഇപ്പോൾ ക്ലിയറായി. നമുക്കിനി കോൺസ്റ്റൻറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ഫ്രം ദ ലിമിറ്റ്. അപ്പോൾ 3 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്നുള്ളതിന് പകരം 3x ടെൻസ് ടു 0 എന്നാക്കാം. as x ടെൻസ് ടു 0 3x ആൾസോ ടെൻസ് ടു 0 e raised to 3x minus 1 by 3x. ഇപ്പോൾ 3x ഒരുപോലെ വന്നാൽ അർത്ഥം വാല്യൂ 1 ആണ് എന്നാണ്. അതായത് 3 ഇൻറ്റു 1. ഇപ്പോൾ ഫൈനൽ ആൻസർ വരിക 3. നമ്മുടെ വേണ്ട ഫോർമുലയ്ക്ക് അനുസരിച്ച് ഇക്വേഷനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നർത്ഥം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 42. നേരത്തെ ക്വസ്റ്റ്യനിൽ 3x പകരം 4x ആയി എന്ന് മാത്രം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നാം ചെയ്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to 4x minus 1 ബൈ നമുക്കിവിടെ ആവശ്യം 4x ആണ്. അതായത് ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം. നമ്മളിനി ഈ 4 ഒന്ന് കോമൺ ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുക്കാം. ഇനി as x ടെൻസ് ടു 0 4x ആൾസോ ടെൻസ് ടു 0 ദെൻ e raised to 4x minus 1 ബൈ 4x. ഇപ്പോൾ ഈ ബ്രാക്കറ്റിൽ വരുന്ന ഈ വാല്യൂ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് 4 ഇൻറ്റു 1. ഇപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുക 4. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 43. നേരത്തെ ജനറലായിട്ട് എ എന്ന കോൺസ്റ്റൻറ്റ് വന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to ax minus 1 ബൈ നമുക്ക് വേണ്ടത് ax ആണ്. അപ്പോൾ എ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നാം എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം. കോൺസ്റ്റൻ്റ് എ പുറത്തെടുക്കുന്നു. ലിമിറ്റ് as x ടെൻസ് ടു 0 ax ആൾസോ ടെൻസ് ടു 0 ദെൻ e raised to ax minus 1 ബൈ ax. ഈ വാല്യൂ 1 ആണ്. അപ്പോൾ എ ഇൻറ്റു 1 നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. എ ഇൻറ്റു 1 ഈക്വൽ ടു എ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x by 2 minus 1 by 5x. കുറച്ചും കൂടി വ്യത്യാസം വന്നു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റം വരുത്തുന്നു. കൂടുതലുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ നാം ഇവിടെ എക്സ് ബൈ 2 എന്നെഴുതി. ഈ എക്സ് ബൈ 2 എന്നെഴുതിയാൽ നമുക്കിവിടെ 5 ഇവിടെ ആദ്യമേ വേണം. ഇപ്പോൾ 5 നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇൻറ്റു 1/5 ആവശ്യം വരും. നേരത്തെ വേണ്ട എക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈയും വേണം. എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1/2 എന്നെഴുതിയാൽ മതിയായിരിക്കും. ഈക്വൽ ടു നമുക്കിതിനെ എക്സ് ടെൻസ് ടു 0 എന്നുള്ളതിനെ നമുക്ക് എന്തുകൂടി എഴുതാം? എക്സ് ബൈ 2 ടെൻസ് ടു 0 നോക്കാം. അപ്പോൾ 1/10 എന്നത് നമുക്ക് പുറത്തെഴുതാം. കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ഫ്രം ദ ലിമിറ്റ്. നേരത്തെ എഴുതിയ പോലെ തന്നെ ലിമിറ്റ് എക്സ് ബൈ 2 ടെൻസ് ടു 0 e raised to x by 2 minus 1 by x by 2. x by 2 ഒരുപോലെ വന്നാൽ ആൻസർ 1. അതായത് 1/10 ഇൻറ്റു 1. ഫൈനൽ ആൻസർ വരിക 1/10. എല്ലാം ഒരേ മോഡലാണ്. ഫോർമുല നമുക്കനുസരിച്ച് മാറ്റം വരുത്തുന്നു എന്ന് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സ്. നമുക്കിത് കാണുമ്പോൾ തന്നെ ഈ സൈൻ എക്സ് ബൈ എക്സ് ഒരു ഫോർമുലയാണ്, പഠിച്ച ഒന്നാണ്. ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് മറ്റൊരു ഫോർമുലയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമുക്കിതിനെ രണ്ടാക്കി എഴുതാം. ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഇങ്ങനെ ഒരെണ്ണം, മൈനസ് സൈൻ എക്സ് ബൈ എക്സ് അങ്ങനെയുള്ള രണ്ടാമത്തെ ഒരെണ്ണം. ഈ എക്സ് രണ്ടിൻ്റെയും കൂടിയുള്ള ഡിനോമിനേറ്ററാണ്. ഇനി നമുക്ക് പ്രോപ്പർട്ടി പ്രകാരം ഓരോ ഭാഗത്തും ലിമിറ്റ് കൊടുക്കാം. അങ്ങനെ ഓരോ ഭാഗത്തും ലിമിറ്റ് കൊടുക്കുമ്പോൾ ഓരോ ഭാഗത്തും നമുക്ക് ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ലിമിറ്റ് കൊടുത്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്. ദെൻ മൈനസ് രണ്ടാമത്തേനും ലിമിറ്റ് കൊടുത്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ആദ്യത്തെ വാല്യൂം 1 ആണ്, രണ്ടാമത്തെ വാല്യൂം 1 ആണ്. സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ 0. Then question number 46. Limit x tends to 0 e raised to sin x minus 1 by x. നമുക്കറിയാം പവറിലുള്ള ഒരു ടേം നമുക്ക് ബാക്കിക്കനുസരിച്ച് മാറ്റാനാവില്ല. പവറിൽ എന്താണോ അതിനനുസരിച്ച് ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യുക എന്നതാണ് ഈസി മെത്തേഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഇയുടെ പവറിൽ സൈൻ എക്സ് ആണ്. അപ്പോൾ അത് നമ്മൾ മാറ്റം വരുത്തുന്നില്ല. ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ്. നമുക്ക് എന്താണോ വേണ്ടത് അത് നാം എഴുതുന്നു. ഇപ്പം നാം ചെയ്തത് സൈൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ അത് ക്ലിയറായി. ഈ ഡിനോമിനേറ്റർ എഴുതിയ എക്സ് എഴുതിയിട്ടില്ല, അത് നമ്മൾ ഇവിടെയും എഴുതുന്നു. അതായത് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഡിവൈഡ് ചെയ്താൽ മതി, ഇൻറ്റു ആണെങ്കിൽ എന്ന് മാത്രം. ഇപ്പോൾ കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് ഇനി ചെയ്യേണ്ടത്. അതായത് ഓരോ ഭാഗത്തും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ലിമിറ്റ്. ആ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ് എന്നത് നമുക്ക് ലിമിറ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതേ സ്റ്റെപ്പ് തന്നെ വേണമെങ്കിൽ എക്സ് ടെൻസ് ടു 0 എന്നതിന് പകരം സൈൻ എക്സ് ടെൻസ് ടു 0 എന്നാക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നത് ആസ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ടെൻസ് ടു 0. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ മാറ്റുന്നത് ആസ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ആൾസോ ടെൻസ് ടു 0. ദെൻ ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ്. അപ്പോൾ ഇത് 1 ആയി. ദെൻ അടുത്ത 1 ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. നമുക്കറിയാം ആദ്യത്തെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു 1 ഫൈനൽ ആൻസർ വരിക 1. Then question number 47. Limit x tends to 0 e raised to tan x minus 1 by x. നേരത്തെ അതേപോലെയാണ്, സൈൻ എക്സിൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെ ഇവിടെ ടാൻ എക്സും ഫോളോ ചെയ്യുന്ന ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 നമുക്ക് വേണ്ടത് അതേ രീതിയിൽ എഴുതുന്നു. ഇ റേസ് ടു ടാൻ എക്സ് മൈനസ് 1 വന്നാൽ നമ്മൾ നിർബന്ധമായും വേണ്ട ടേം ടാൻ എക്സ് ആണ്. ഇപ്പോൾ നമ്മൾ ടാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബൈ നേരത്തെ എഴുതിയ എക്സ് എഴുതിയില്ല, അപ്പോൾ എക്സും എഴുതി. ഇനി നമ്മൾ ഓരോ ഭാഗത്തും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കൊടുക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു ടാൻ എക്സ് മൈനസ് 1 ബൈ ടാൻ എക്സ്. ദെൻ രണ്ടാമത്തെ ഭാഗത്തിനും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ലിമിറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ആസ് എക്സ് ടെൻസ് ടു 0
tan x also tends to 0. അപ്പോൾ നമ്മൾ ചെയ്യണത് x tends to 0 എന്നതിന് പകരം tan x tends to 0 ആക്കി മാറ്റുന്നു. e raised to tan x minus 1 by tan x into limit x tends to 0 tan x by x. ആദ്യത്തെ വാല്യൂ 1 ആണ്, രണ്ടാമത്തെ വാല്യൂ 1 ആണ്. 1 into 1, final answer 1. Then question number 48. നമുക്കിവിടെ അറിയാം e raised to 2 plus x. അതായത് നമ്മൾ പഠിച്ച കാര്യമാണ്. e raised to അല്ലെങ്കിൽ x raised to m plus n എന്ന് പറഞ്ഞാൽ x raised to m into x raised to n എന്നതാണ്. അതായത് പവറിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം എന്നർത്ഥം. പവറിൽ സബ്ട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്നു എന്നതാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു 2 പ്ലസ് എക്സ് എന്നുള്ളതിനെ ഇ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്നെഴുതാം. മൈനസ് ഇ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ബൈ എക്സ്. നമുക്കിതിനെ ഇ സ്ക്വയർ ഒന്ന് കോമൺ ആയിട്ട് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e square is constant, that is common. Then e raised to x minus 1 by x. ഇപ്പോൾ നമുക്ക് e square constant can be taken outside into limit x tends to 0 e raised to x minus 1 by x. ഈ ഫോർമുല പ്രകാരം e square into 1. ഫൈനൽ ആൻസർ വരിക ഇ സ്ക്വയർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 49. ഇവിടെ 49 പറയുന്നത് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു 5 ബൈ എക്സ് മൈനസ് 5 എന്ന രീതിയിലാണ്. നമുക്കിതിനെ ഒന്ന് മാറ്റം വരുത്താനുണ്ട്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വേണ്ട ഫോമിലേക്ക് എത്തും. അതായത് ഈ എക്സ് പ്ലസ് 5 നമുക്കറിയാം ഡിനോമിനേറ്ററിൽ എപ്പോഴും സിംഗിൾ ലെറ്ററാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താനുണ്ട്. അതായത് പുട്ട് എക്സ് മൈനസ് 5 ഈക്വൽ ടു വൈ. എക്സ് മൈനസ് 5 എന്നുള്ളതിന് വൈ എന്ന് കൊടുത്താൽ നമുക്ക് അപ്പോൾ തന്നെ എഴുതാം എക്സ് ഈക്വൽ ടു 5 പ്ലസ് വൈ എന്നെഴുതാം. 5 പ്ലസ് വൈ. കൂടാതെ നമുക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ ചെയ്യാനുണ്ട്. എക്സ് 5നെ അപ്രോച്ച് ചെയ്യുന്നു. എക്സ് 5നെ അപ്രോച്ച് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് 5 പ്ലസ് വൈ ആണ്. അതായത് 5 പ്ലസ് വൈ നമുക്ക് ആ വേണ്ട സ്റ്റെപ്പ് എഴുതിയാൽ ഒന്നും കൂടി എളുപ്പത്തിൽ ക്ലിയർ ആകും. അതായത് എക്സ് 5നെ അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ 5 പ്ലസ് വൈ 5നെ അപ്രോച്ച് ചെയ്യുന്നു. 5 എക്സ് എന്ന് പറഞ്ഞാൽ 5 പ്ലസ് വൈ ആണ്. 5 പ്ലസ് വൈ എന്നുള്ളത് 5നെ അപ്രോച്ച് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം y ടെൻസ് ടു 0 എന്നതാണ്. അപ്പോൾ നമ്മൾ മാറ്റുന്നത്, അതായത് എക്സ് മൈനസ് 5 എന്നുള്ള സ്ഥാനത്ത് y എന്ന് കൊടുക്കുന്നു. എക്സ് ടെൻസ് ടു 5 എന്നതിൻ്റെ സ്ഥാനത്ത് എക്സ് ടെൻസ് ടു 5 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് y ടെൻസ് ടു 0 എന്ന് എഴുതുന്നു. ഇങ്ങനെ എല്ലാ മാറ്റങ്ങളും വരുത്തിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എക്സ് കാണുന്നിടത്ത് 5 പ്ലസ് വൈയും കൊടുക്കുന്നു. അപ്പോൾ നമ്മളെല്ലാ സബ്സ്റ്റിറ്റ്യൂഷനും ഒന്നിച്ച് മാറ്റിയാൽ, അതായത് വേരിയബിൾ വൈ ആക്കി മാറ്റാൻ നമ്മൾ തീരുമാനിച്ചു, പിന്നെ അവിടെ എക്സ് ഉണ്ടാവില്ല എന്നർത്ഥം. അതായത് ഇ റേസ് ടു, ഈ എക്സ് നമ്മൾ മാറ്റത്തുണ്ട് കാരണം ഇവിടെ വേരിയബിൾ വൈ ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് 5 പ്ലസ് വൈ മൈനസ് ഇ റേസ് ടു 5 ബൈ എക്സ് മൈനസ് 5. എക്സ് മൈനസ് 5 എന്ന് പറഞ്ഞാൽ വൈ ആണ്. ഈക്വൽ ടു നേരത്തെ എഴുതിയ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ലിമിറ്റ് y ടെൻസ് ടു 0, അതായത് ഇ റേസ് ടു 5 ഇൻറ്റു ഇ റേസ് ടു y മൈനസ് ഇ റേസ് ടു 5 ബൈ y. നമുക്കിതിൽ നിന്ന് ഇ റേസ് ടു 5 കോമൺ ആയിട്ട് എഴുതാം. അതായത് ലിമിറ്റ് y ടെൻസ് ടു 0 ഇ റേസ് ടു 5 ഇൻറ്റു ഇ റേസ് ടു y മൈനസ് 1 ബൈ y.
constant e raised to 5 outside into limit y tends to 0 e raised to y minus 1 by y. ഇതിൻ്റെ വാല്യൂ e raised to 5 into 1, അതായത് e raised to 5 itself. Then question number 50. ഈ ക്വസ്റ്റ്യനിൽ നമ്മളിവിടെ ചെയ്യുന്നത് അതായത് log 1 plus 2x. log 1 plus 2x ആണെങ്കിൽ നമുക്കറിയേണ്ടത് അതായത് ഇവിടെ x ഒരുപോലെ വന്നാൽ 1 ആണ് എന്നതാണ് നമുക്കറിയാവുന്ന റിസൾട്ട്. അപ്പോൾ അതിനു വേണ്ടി ചെയ്താൽ ലിമിറ്റ് നമുക്ക് വേണ്ടത് x tends to 0. x tends to 0 എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് ആദ്യം എഴുതുന്നു. 1 plus 2x. ഈ 2x നമുക്ക് മാറ്റാനാവില്ല. നമുക്ക് ഡിനോമിനേറ്ററിൽ x 2x ആക്കാം. അതിന് ബുദ്ധിമുട്ടില്ല, കാരണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത് ക്ലിയർ ആക്കാൻ, ബാലൻസ് ചെയ്യാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. as x tends to 0 2x also tends to 0. അപ്പോൾ 2 കോൺസ്റ്റൻറ്റ് പുറത്തെഴുതാം. then as x tends to 0 2x also tends to 0. then log 1 plus 2x by 2x. ഇപ്പോൾ 2x ഒരുപോലെ വന്നാൽ അർത്ഥം 1 ആണ് എന്നതാണ്. അപ്പോൾ 2 into 1, ഫൈനൽ ആൻസർ 2. then question number 51. ഇവിടെ ലിമിറ്റ് x tends to 0 log 1 plus x cube by sin cube x. അപ്പോൾ നമുക്കിവിടെ ആവശ്യം ഇവിടെ ഒരു x ക്യൂബ് വന്നാൽ നമുക്ക് സ്വാഭാവികമായിട്ടും വേണ്ടത് ഡിനോമിനേറ്ററിൽ ഈ log 1 plus x ക്യൂബിൻ്റെ അവിടെ ആ ന്യൂമറേറ്ററിൽ നമുക്കൊരു x ക്യൂബ് ആവശ്യമാണ്. അതുപോലെ തന്നെ സൈൻ ക്യൂബ് x ആണെങ്കിൽ നേരിട്ട് വാല്യൂ കൊടുത്താൽ 0 ആണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്റർ x ക്യൂബ് ആക്കണമെങ്കിൽ ഈ ഡിനോമിനേറ്ററിനെയും x ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വാല്യൂ ഈക്വലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ ന്യൂമറേറ്ററിനെയും x ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിനോമിനേറ്ററിനെയും x ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. log 1 plus x cube by x cube by sin cube x by x cube. ഇപ്പോൾ രണ്ട് ഭാഗത്തും x ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഓരോ ഭാഗത്തും ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ഓരോ ഭാഗത്തും ലിമിറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ഓരോ ഭാഗത്തും നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. അതായത് ലിമിറ്റ് x tends to 0 log 1 plus x cube by x cube by limit x tends to 0. ഇതിനെ sin x by x ഓൾ ക്യൂബ് എന്നാക്കി മാറ്റാം നമുക്ക്. ഇപ്പോൾ ക്ലിയറായി. അതായത് ഇതിനെ ഈ x ടെൻസ് ടു 0 എന്നുള്ളതിന് പകരം നമുക്ക് x ക്യൂബ് ടെൻസ് ടു 0 എന്നാക്കി മാറ്റിയാൽ മതിയായിരിക്കും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റാം, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ മാറ്റാവുന്നതേ ഉള്ളൂ. അതായത് ലിമിറ്റ് x ക്യൂബ് ടെൻസ് ടു 0 log 1 plus x cube by x cube. അപ്പോൾ ഇത് 1 ആണ്. ദെൻ അടുത്ത വാല്യൂ ഇതേപോലെ തന്നെ ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x, ഈ ഡിനോമിനേറ്റർ മാത്രം ക്യൂബ്. അപ്പോൾ ചെയ്താൽ നമുക്കറിയാം ന്യൂമറേറ്ററിൽ 1/1 ക്യൂബ്, അതായത് ആൻസർ 1. 1/1 ക്യൂബ്. ഫൈനൽ ആൻസർ വരിക 1/1 1. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് x ടെൻസ് ടു 1 log x by x minus 1. ആ കേസിൽ നമുക്കറിയാം
ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ന്യൂമറേറ്റർ ലോഗ് എക്സ് അല്ല നമ്മുടെ ഫോം, ലോഗ് 1+ മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അതായത് പുട്ട് ഈ ഡിനോമിനേറ്ററിലുള്ള എക്സ് മൈനസ് വണ്ണിന് വൈ എന്ന് കൊടുക്കാം. അതായത് എക്സ് ഈക്വൽ ടു 1 + വൈ. നമ്മൾ ഇതേ രീതിയിലുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ് ടെൻസ് ടു 1 ഇംപ്ലൈസ് എക്സ് 1നെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് 1 + വൈ 1നെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം y ടെൻസ് ടു 0 എന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വേരിയബിൾ ഈ എക്സ് ടെൻസ് ടു 1 എന്നുള്ളത് y ടെൻസ് ടു 0 ആക്കി മാറ്റുന്നു. അതായത് വേരിയബിൾ y ആക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ബാക്കി കാണുന്നതെല്ലാം y ആക്കി മാറ്റണം എന്നർത്ഥം. ലോഗ് എക്സ് എന്നുള്ളിടത്ത് നമുക്ക് 1 + വൈ എന്നെഴുതാം. ബൈ എക്സ് മൈനസ് 1 എന്നുള്ളിടത്ത് y എന്നും എഴുതാം. ഇപ്പോൾ ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 + x ബൈ എക്സ് എന്ന മോഡലാണ്. അതായത് ഇതിൻ്റെ വാല്യൂ 1 ആണ് എന്നർത്ഥം. ഇതോടെ ഈ സെക്ഷനിലുള്ള അതായത് ലിമിറ്റ് എന്ന ഭാഗം അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്, അതിലെ ഡെറിവേറ്റീവ് എന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.